എടാ രാമു, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഡോക്ടറെ അടുത്തോട്ട് പോകണ്ടേ? പോവാം. നിനക്ക് സമയമുണ്ടോ ഇന്ന്? ദാസ, എനിക്ക് സമയമുണ്ട്, നമുക്ക് പോവാം. അല്ലെങ്കിൽ ഇന്ന് വേണോ? ഇനി അടുത്ത ദിവസത്തേക്കൊന്ന് മാറ്റി നിൽക്കണ്ട അല്ലേ? ഇന്ന് തന്നെ അങ്ങ് പോയേക്കാം. എടാ, ഇതെന്ത് വലിയ സെറ്റപ്പാ ഇവിടെ. ഓ, അപ്പൊ നീ പറഞ്ഞ സത്യമായിരുന്നല്ലേ? ആയുർവേദ ഹോസ്പിറ്റലൊക്കെ ഇത്രയും വലിപ്പമായോ? ഞാൻ പിന്നെ എന്തുവാ പറഞ്ഞത്? ആയുർവേദ ഹോസ്പിറ്റലിലെ ഇപ്പൊ മാറിയില്ലേ? പഴയ പോലെയൊന്നും അല്ല. വലിയ വലിയ കെട്ടിടങ്ങളും അതിൽ നൂതന സംവിധാനങ്ങളും അല്ല, വലിയ ആശുപത്രികളാ ഇപ്പൊ ആയുർവേദ ഹോസ്പിറ്റലുകള്. ഡോക്ടർ വന്നല്ലോ, നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടറെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഇതാര്? രാമു, എങ്ങനെയുണ്ട് കാല്? കുറവായോ? അന്ന് പോയതല്ലേ, കുറവായി കാണും അല്ലേ? എന്താ നിങ്ങളിപ്പോ വന്ന ഇവിടെ? ഡോക്ടറെ, ഞങ്ങള് വന്നത് ഈ ആയുർവേദത്തെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയാ. ഇതെന്റെ കൂട്ടുകാരൻ ദാസനാണ്. അവനാണെങ്കില് ചോദിക്കാണ് ആയുർവേദത്തിൽ എന്താ ഉള്ളത്, ഇതിൽ സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ടോന്നൊക്കെ. അപ്പൊ ഡോക്ടർ അതൊന്ന് വിശദീകരിച്ച് തരുമോ? പിന്നെന്താ, ആയുർവേദം നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മെഡിക്കൽ സയൻസ് ആണ്. ആയുർവേദത്തില് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ആദ്യം തന്നെ പല രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും 8 അംഗങ്ങളാണ് ആയുർവേദത്തിനുള്ളത്. അഷ്ടാംഗങ്ങൾ എന്ന് പറയും അല്ലേ? കായ ചികിത്സ, ജനറൽ മെഡിസിൻ, അതേപോലെ തന്നെ ബാലചികിത്സ, പീഡിയാട്രിക്സ്, അതുപോലെ തന്നെ ഗൃഹചികിത്സ, നമ്മുടെ ഇപ്പോഴത്തെ സൈക്യാട്രിക് ചികിത്സ പോലത്തേത്, അതേപോലെ ഊർധ്വാംഗം, ENT സ്പെഷ്യാലിറ്റീസ്, പിന്നെ ശല്യ ചികിത്സ, സർജറി, അതുപോലെ ടോക്സിക്കോളജിക്കുള്ള അഗതതന്ത്രം എന്ന് പറയുന്നു, ജരയ്ക്ക് വേണ്ടി ജീറിയാട്രിക് ചികിത്സകള്, അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള രസായന ചികിത്സകൾ പോലുള്ളതൊക്കെ ആയുർവേദത്തിൽ ആദ്യമേ പറഞ്ഞ 8 ബ്രാഞ്ചസ് ആണ്. ഇത് കൂടാതെ ഇപ്പൊ മെഡിക്കൽ കോളേജുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം 14-15ഓളം വിഭാഗങ്ങളും ഉണ്ട്. ഇത്ര വലിയൊരു ബൃഹത്തായ ഒരു സബ്ജക്റ്റാണ് ഭാരതത്തിന്റെ മൂല്യങ്ങൾ അധിഷ്ഠിതമായ ആയുർവേദം. ഓ, അപ്പൊ ഇങ്ങനൊക്കെ ആയുർവേദത്തിലുണ്ടല്ലേ? ശരി. അപ്പൊ ഈ ചൂട് കാലത്തും തണുപ്പ് കാലത്തും ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറയത്തില്ലേ? അതിനെപ്പറ്റി ഒന്ന് ഡോക്ടർ വിശദീകരിച്ചു തരാം. എന്തൊക്കെയാ നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാ ജീവിക്കേണ്ടത്? ആയുർവേദത്തിൽ അതൊക്കെ എന്താ പറഞ്ഞേക്കുന്നത് ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും പറഞ്ഞു തരാമല്ലോ. നമുക്ക് ഇനി വരുന്ന ചൂടുകാലമാണ്. അപ്പൊ ആ ചൂടുകാലത്തില് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ളതെല്ലാം കൂടെ ചേർത്തിണക്കിക്കൊണ്ട് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറഞ്ഞു തരാം. അപ്പോ ആയുർ ടോൺസിന്റെ 2ാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. എല്ലാവരും അടുത്ത എപ്പിസോഡിനേക്ക് കാത്തിരിക്കുക. നന്ദി.